അസ്സലാമലൈക്കും. എല്ലാവർക്കും ഷിസാസ് കുക്ക് വേൾഡിലേക്ക് സ്വാഗതം. ഒരു അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ഈസി സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് നേന്ത്രപ്പഴം വെച്ചിട്ടാണ് ഈ സ്നാക്ക് തയ്യാറാക്കുന്നത്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഞാനിപ്പോൾ ഒരു 3 നേന്ത്രപ്പഴം ഒന്ന് പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിപ്പോൾ പുഴുകിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അതിൻ്റെ തൊലിയെല്ലാം റിമൂവ് ചെയ്തതിന് ശേഷം ഒരു ബൗളിലോട്ട് മാറ്റാം. ഇനി ഇതൊന്ന് നമുക്ക് സ്പൂണിനൊന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ അതിവിടെ ഞാൻ മാഷ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് തേങ്ങയാണ് ഒരു പ്ലേറ്റിൽ എടുത്തിട്ടുള്ളത്. അതിലോട്ട് നമുക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് ഈ പഴത്തിൻ്റെ കൂട്ടിൽ നിന്ന് കുറച്ചെടുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്കാം. ഞാനിപ്പോൾ ഒരു സ്ക്വയർ ഷേപ്പിലാണ് പരത്തിയെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ തേങ്ങയുടെ കൂട്ടിൽ നിന്ന് കുറച്ച് അതിലോട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കുറച്ചും കൂടെ പഴത്തിൽ നിന്നൊന്നും എടുത്തതിന് ശേഷം പരത്തിയിട്ട് ഇതേപോലെ അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ അരികുകളെല്ലാം ഒന്ന് ജോയിൻറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് ബാക്കിയുള്ളത് ഇതേപോലെ റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ ഒരു ഷാലോ ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത്. അതിനായിട്ട് പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചതിന് ശേഷം നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുത്ത് തിരിച്ച് മറിച്ച് വിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ഈസി ആയിട്ടുള്ളതും നല്ല ടേസ്റ്റി ആയിട്ടുള്ളതുമായ ഒരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്കുകൾ അറിയിക്കുക. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും ആരും മറക്കരുത് കേട്ടോ. അടുത്ത പ്രാവശ്യം ഇനി നല്ലൊരു റെസിപ്പി ആയിട്ട് വരാം. ഓക്കെ, താങ്ക്